ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചായിരുന്നു. നല്ല മഴ. ഇത് നിനക്ക് എത്രാമത്തെ ദിവസമാ? 5ാമത്തെ ദിവസം. നിനക്ക് നീ അറിഞ്ഞു വെച്ച കാര്യം, നീ ചെയ്യണ കാര്യം ഒന്നും നിനക്ക് പറയാൻ പറ്റുമോ നമ്മുടെ പിള്ളേർക്ക് കേൾക്കാൻ വേണ്ടിട്ട്? ഓക്കെ, പറ. ആദ്യം തൊട്ട് പറഞ്ഞു. സീറ്റിൽ ഇരുന്നിട്ട് ഇത് ആക്സിലേറ്ററും ക്ലച്ചും ബ്രേക്കും ഒക്കെ നമുക്ക് ചവിട്ടാൻ പറ്റുന്ന രീതിയിൽ സീറ്റ് റെഡിയാണ്. ഓക്കെ. പിന്നെ മിറർ നോക്കണം. ബാക്കി ഉണ്ടോ നോക്കണം. ഓക്കെ. പിന്നെ സീറ്റ് ബെൽറ്റ് വേണം. ഓക്കെ. പിന്നെ ഹാൻഡ് ബ്രേക്ക് പിന്നെ നമുക്ക് ക്ലച്ച് ഒക്കെ ഓണാക്കണം. അപ്പൊ ന്യൂട്രൽ ആണോ നോക്കണം? ന്യൂട്രൽ ആണോ നോക്കണം. ഓക്കെ, എന്നോ നോക്കിയേ ന്യൂട്രൽ ആണോന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ നിനക്ക് നമുക്കൊന്ന് എടുത്തു നോക്കിയാലോ? ഓക്കെ, എന്നാ സ്റ്റാർട്ട് ആക്കി. ഇപ്പൊ നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിക്കാത്തോണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനില്ല. ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് എന്ത് ചെയ്യണം നോക്കണം. പുതിയ വണ്ടിയാണെങ്കിൽ അവിടെ എന്താവും, ഡിസ്പ്ലേയിൽ ഒരു റെഡ് ലൈറ്റ് കത്തും. ഇപ്പൊ നമ്മുടെ ഈ വണ്ടിക്ക് എന്തില്ല, അത് കത്തുന്നില്ല. ഓക്കെ, വൈപ്പർ ഒന്നിട്ടോ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയറിലുള്ള AC ഇട്ടിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ ക്ലച്ച് നമ്മൾ സാധാരണ പോലെ പൊക്കുമ്പോൾ ചിലപ്പോൾ വണ്ടി ഓഫ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇച്ചിരിയും കൂടെ എന്ത് ചെയ്യണം, കെയർ ചെയ്തെടുക്കണം. അപ്പൊ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, ബ്രേക്കിന് കാലെടുത്തു. വണ്ടി ബേക്കോട്ട് പോണില്ല. അപ്പൊ ആ കാലം നമുക്ക് എവിടെ വെക്കാം? ആക്സിഡന്റ് വെക്കാം. പക്ഷെ ഇപ്പൊ ചവിട്ടാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. അപ്പൊ ഈ മുന്നോട്ട് റണ്ണായപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുക്കാം. വണ്ടീന്റെ പകുതി, ഇത്രയും നീളമുള്ള വണ്ടി ഇത്രയും ലെവലിൽ നമ്മൾ ക്ലച്ച് താങ്ങി. ഇനി നമുക്ക് ക്ലച്ച് വേണോ? ആ കാല് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി. പക്ഷെ അവിടെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പൊ നീ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇനി മുന്നോട്ട് നമ്മൾ നോക്കി, നമ്മൾ ഫസ്റ്റ് ഗിയറിലുള്ള നിനക്ക് ഇനി സെക്കൻഡിലോട്ട് ഇടാൻ പറ്റുമോ? പറ്റും. അപ്പൊ നമ്മൾ ഈ സ്പീഡ് മതിയോ? ഈ 10 സ്പീഡ് മതിയോ? അപ്പൊ നമ്മളൊരു 15ലോട്ടായി ആക്കിക്കോ. ആയി. അപ്പൊ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ക്ലച്ച് ഫുള്ളി ഔട്ടി സെക്കൻഡിലോട്ട് ഇട്ടു. ഓക്കെ, വീണ്ടും മുന്നോട്ട് നോക്കി. അപ്പൊ നമ്മളിപ്പോ സെക്കൻഡ് ഗിയറിലെത്തി. നമ്മൾ ഇങ്ങനെ പോവാണ്, മുന്നോട്ട് നോക്കി പോവാണ്. അപ്പൊ സെക്കൻഡിലാണ് നമുക്ക് 20 വരെ എന്ത് ചെയ്താൽ മതി, പോയാൽ മതി. ഇനി 20ന്റെ മേലോട്ട് നിനക്ക് പോകാൻ പറ്റുന്നുണ്ട്, തേർഡ് ഗിയറിലോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നീ ഈ 20 സ്പീഡിന് എങ്ങോട്ട്, എത്ര സ്പീഡിലോട്ട് വരണം? 25 വരണം. അപ്പൊ മുന്നിൽ ഓട്ടോറിക്ഷ ഉണ്ട്, മഴയുണ്ട്, റോഡ് കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആക്കി. ആ 25 ആക്കാൻ പോയപ്പോ ചെറുതായിട്ട് വണ്ടി ഒന്ന് എങ്ങോട്ട് പോയി. അത് ശ്രദ്ധിക്കണം. സ്പീഡ് ഇത്ര വേണ്ട. കാരണം ഇപ്പൊ ഓൾറെഡി എത്ര സ്പീഡായി? ഒന്ന് സ്പീഡോമീറ്ററോട്ട് നോക്കിയേ. നമുക്ക് 40ലോട്ട് എത്തി. നമുക്ക് എത്ര മതി? 30 മതി. അപ്പൊ 30 ലെവലിൽ പോകുമ്പോൾ നമ്മുടെ കൺട്രോൾ പോകില്ല. അപ്പൊ ഇടണ സമയത്ത് ഗിയറിലോട്ട് എന്ത് ചെയ്യരുത്, നോക്കരുത്. പിന്നെ നിന്നെ എനിക്കൊന്നും പറയാൻ പറ്റൂല. ഇന്നിപ്പോ 5 ക്ലാസ് അല്ലേ ആയിട്ടുള്ളൂ. എന്നാലും 5 ക്ലാസ് കൊണ്ട് സെറ്റാണ്. പൊക്കോട്ടെ, ആക്സിഡന്റ് പൊക്കോട്ടെ. അപ്പൊ മുന്നോട്ട് നോക്കി. ഇനി നിനക്ക് 4ാമത്തെ ഗിയറിൽ പോകാൻ പറ്റുമോ? പറ്റും. പക്ഷെ സ്പീഡ് ഇപ്പൊ എത്രയാ ഉള്ളേ? 30. അപ്പൊ എത്ര സ്പീഡ് വേണം? ഓക്കെ. മുന്നിൽ നിന്ന് പ്രശ്നമുണ്ടോ? ആക്സിഡന്റ് കാലെടുത്ത് വെച്ചുവിട്ട് നമുക്ക് ഇടാം. ഓക്കെ, കാലെടുത്തു. അപ്പൊ അങ്ങനെ പോവാണ്. ഇപ്പൊ ആ വണ്ടി കയറിണ്ട്. ഇനി മുന്നോട്ട് നമുക്ക് റോഡ് കാണായികയാണ്. അപ്പൊ നമുക്ക് 40 സ്പീഡിൽ ഇനി പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മെല്ലെ ആക്സിഡന്റ് കാലെടുത്ത് എങ്ങോട്ട് വെച്ചു? ആക്സിഡന്റ് കാലം എങ്ങോട്ട് വെക്കണം? ബ്രേക്കിൽ വെക്ക്. ഓക്കെ. ഇനി ക്ലച്ച് ഔട്ട്, നേരെ തേർഡിലിട്. ഇനി കാലെടുത്തോ. അപ്പൊ നമുക്ക് കെയറിംഗ് ആയി. മറ്റേത് 4ാമത്തെ ഗിയറിന് ഡയറക്റ്റ് നേരെ ക്ലച്ചിലോട്ട് വന്നാൽ ചിലപ്പോ 40 സ്പീഡ് ചിലപ്പോൾ 45 ആയി പോകാൻ ചാൻസ് ഉണ്ട്. കയറ്റമല്ല നിരപ്പാണെങ്കില്. ഇറക്കമാണെങ്കില് ചിലപ്പോൾ സ്പീഡ് കുറയും. അത് നമ്മൾ നോക്കിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. ഓക്കെ, പൊക്കോട്ടെ. അപ്പൊ നമ്മളിങ്ങനെ പഠിച്ച് സെറ്റായി വരുവാണ്. ഇത് ഓടിച്ച് തന്നെ എന്ത് ചെയ്യണം? പഠിച്ച് റെഡിയാവണം. അതേപോലെ ലൈസൻസ് കൊണ്ട് വണ്ടിയൊക്കെ ഉണ്ട്. എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്കഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അവിടെ വന്ന് ക്ലാസ് എടുത്ത് തരും. അപ്പൊ ആരെങ്കിലും താല്പര്യമുണ്ട്, ആവശ്യമുണ്ടെങ്കിലും എന്ത് ചെയ്തോ, നിങ്ങൾ വിളിച്ചോ. അതേപോലെ വണ്ടി പഠിക്കാൻ നിൽക്കുന്നവർക്കും ലൈസൻസ് എടുക്കാനുള്ളവർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിളിക്കാം. നമ്മൾ എന്ത് ചെയ്യും, പഠിപ്പിച്ച് ക്ലിയർ ആക്കി ലൈസൻസ് എടുത്ത് തന്നിട്ട് നിങ്ങളുടെ വീട്ടിലത്തെ വണ്ടിയിൽ ഒറ്റയ്ക്ക് ഓടിക്കാനുള്ള ലെവലിൽ നമ്മൾ ആക്കി തരാം. ഓക്കെ, ബൈ.